ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കമ്മലുകൾ ചെയ്യാനാണ് കേട്ടോ. ഇതുപോലത്തെ സ്റ്റോണുകൾ വെച്ചിട്ടുള്ള കമ്മലുകളാണ് ഞാൻ അധികവും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ മറക്കണ്ട കേട്ടോ. അതുപോലെ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് വെച്ചോളൂ. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ചാനൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയുണ്ടാവും നമ്മൾ അധികവും ഇതുപോലത്തെ കുന്തൻ സ്റ്റോണുകളൊക്കെ വെച്ചിട്ടുള്ള ജ്വല്ലറീസാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഫ്രീ ക്ലാസ് നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. മെറ്റീരിയൽ ഇൻട്രൊഡക്ഷൻ മുതലുള്ള ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്ലേലിസ്റ്റും ഉണ്ട്. നിങ്ങൾ ജ്വല്ലറി ക്ലാസ്സിൽ നിന്ന് ഒന്ന് പ്ലേലിസ്റ്റിൽ ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു കമ്മലിനായിട്ട് ഞാൻ ആദ്യം ഒട്ടിച്ചു കൊടുക്കുന്നത് ഇതുപോലത്തെ നമ്മുടെ മിററാണ്. ഈ മിറർ നമുക്ക് പല ഷേപ്പിൽ വരുന്നുണ്ട് കേട്ടോ. റൗണ്ടൊക്കെ വരുന്നുണ്ട്. ഞാൻ ഈ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള മിറർ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനി അതിന് ചുറ്റും നമ്മൾ ചെറിയ റൗണ്ട് ഷേപ്പിലുള്ള ഗ്രീൻ കളർ കുന്തൻ സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ കുന്തൻ സ്റ്റോൺ നമ്മൾ എങ്ങനെയൊക്കെയാണോ അറേഞ്ച് ചെയ്യുന്നത് അതിലാണ് ഈ ഒരു കമ്മലിൻ്റെ ഭംഗി വരിക. ഏത് ഷേപ്പിൽ കിട്ടിയാലും നമ്മളത് അറേഞ്ച് ചെയ്യുന്ന രീതിയിലായിരിക്കും ഈ കമ്മലുകൾക്ക് ഭംഗി വരിക കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ഇതിനൊക്കെ ഒട്ടിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല ഷോപ്പുകളിൽ നിന്നൊക്കെ കിട്ടുന്ന ഹെവി ലുക്കിലുള്ള കമ്മലുകളായിട്ട് നമുക്കിതൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. നിങ്ങൾക്ക് സെയിൽ ചെയ്യാനായാലും ഇതൊക്കെ ചെയ്ത് നല്ല നല്ല മോഡലുകൾ ചെയ്തിട്ട് സ്റ്റാറ്റസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഓർഡർ വരും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. നമുക്ക് ഈ ബീഡ്സൊക്കെ അതുപോലെ സ്റ്റോണുകളൊക്കെ നമുക്കിപ്പോൾ ഒരുവിധം എല്ലാ ഷോപ്പുകളിലും അവൈലബിൾ ആണ്. ഈ ടൈലറിങ് മെറ്റീരിയൽസൊക്കെ കിട്ടുന്ന ഷോപ്പുകളിലും ഇപ്പോൾ ഈ ഒരു കുന്തൻ സ്റ്റോണൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ ഈ OHP ഷീറ്റും നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും വാങ്ങിച്ച് ചെയ്ത് നോക്കണം. പിന്നെ സ്റ്റഡിൻ്റെ ബേസൊക്കെയാണ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടി വരുള്ളൂ. അപ്പോൾ അതൊക്കെ കുറച്ച് വാങ്ങിച്ച് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ സ്റ്റോണുകൾ കിട്ടുമ്പോൾ അതിനനുസരിച്ച് ഓരോ മോഡലുകൾ ചെയ്യാൻ പറ്റും. ഇതൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പെയ്ഡ് ക്ലാസ്സും കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫ്രീ ക്ലാസ് പോലെ തന്നെ പെയ്ഡ് ക്ലാസ്സും നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് മാർച്ചിലെ ക്ലാസ് നാളെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്തോളൂ. ഡീറ്റെയിൽസ് പറഞ്ഞു തരാം. അപ്പോൾ വേഗം ജോയിൻ ആവാം കേട്ടോ. ഏത് പ്രായക്കാർക്കും പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ ബിഗിനേഴ്സിന് കൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആ ഒരു ലെയർ റൗണ്ടിലുള്ള ആ ഒരു കുന്തൻ ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ അടിയിൽ ഒരു വി ഷേപ്പിൽ ആ ഓവൽ ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോണുകളൊന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ഫുള്ളായിട്ടല്ല, നമ്മൾ സെൻറ്ററിൽ ഒരെണ്ണം ഇതുപോലെ വെക്കുന്നു. പിന്നെ രണ്ട് സൈഡിലേക്കും ഓരോന്ന് വീതം, അതായത് രണ്ടെണ്ണം വെച്ചിട്ട് രണ്ട് സൈഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഒരു രീതിയിലാണ് കേട്ടോ. ഫുള്ളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് നമുക്കിതിങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് ആ ഒരു രീതിയിലും ചെയ്യാം. അതുപോലെ ഇതിന് സ്റ്റഡ് എടുത്തിട്ട് ഇത് ഹാങ്ങിങ് ആയിട്ടോ അങ്ങനെയും കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സ്റ്റഡ് മാത്രമായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഹാങ്ങിങ്സിൻ്റെ ഒക്കെ നമ്മൾ ഇതിന് മുമ്പ് കുറേ ചെയ്തിട്ടുണ്ട്. ചാനലിലൊന്ന് കയറി നോക്കിക്കോളൂ കേട്ടോ നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല ഭംഗിയുള്ള കമ്മലുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മൾ രണ്ട് സൈഡിലേക്കും ഓരോ കുന്തൻ സ്റ്റോണുകൾ ഓരോന്നല്ല രണ്ടെണ്ണം വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ രണ്ടെണ്ണം അത് ഒട്ടിച്ച് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും അടിയിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല കോൾഡും തലവേദനയൊക്കെയാണ്, അതുകൊണ്ടായിരിക്കും പറഞ്ഞത് തെറ്റിപ്പോകുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ക്ഷമിക്കാട്ടോ. ഇന്നത്തെ വീഡിയോയിൽ നല്ല രീതിയിൽ തലവേദനയും കോൾഡൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. പക്ഷെ നമുക്കിന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. നേരത്തെ അപ്ലോഡ് ചെയ്യാറുണ്ട്, വയ്യാത്ത കാരണം ലേറ്റായി പോയി. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. ഇനി നമ്മൾ അടിയിൽ അതിൽ നമ്മൾ സെൻറ്ററിൽ ഒട്ടിച്ച ആ ഒരു സ്റ്റോണിൻ്റെ താഴെയായിട്ട് രണ്ട് സൈഡിലേക്കും സെൻറ്ററിലേക്കും ഇതേ സെയിം ആ ഒരു സ്റ്റോൺ തന്നെയാണ് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നത്. ഈ ഒരു ഇതുപോലെ സൈഡിലേക്ക് ഒരെണ്ണം വെച്ച് കൊടുക്കുക, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കും വെച്ച് കൊടുക്കുക. സെൻറ്ററിലെ സ്റ്റോണിൻ്റെ അടുത്ത് പിന്നെ സെൻറ്ററിൽ. ഇപ്പോൾ ഞാൻ ഈ ഒരു മോഡൽ ഞാൻ പറഞ്ഞു തന്നെങ്കിലും നിങ്ങൾ ഈ ഒരു രീതിയിൽ ചെയ്യണം എന്നൊന്നുമില്ല. എൻ്റെ ഐഡിയയിൽ ഞാൻ ചെയ്യുന്നതാണ്. ഇതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഭാവനയിൽ ഒരുപാട് മോഡൽസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ച് മാറി നിന്നാൽ ഒന്നും പറ്റില്ല. ഞാനും അങ്ങനെ നിന്നിരുന്ന ഒരാളാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നമുക്കെല്ലാം പറ്റും എന്നുള്ള രീതിയിൽ നമ്മൾ മുന്നോട്ട് വന്നാൽ മാത്രമേ നമുക്ക് മുന്നിലേക്ക് പോകാനും പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് എന്താണോ ഉള്ള കഴിവ് അതിനെ നിങ്ങൾ പൊടി തട്ടിയെടുത്ത് കൊണ്ടുവരിക കേട്ടോ. നമ്മളിനി അതിൻ്റെ സെൻറ്ററിലായിട്ട് ആ ഒരു ഗ്രീൻ കളറും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ റൗണ്ടിൽ ഒട്ടിച്ച് കൊടുത്ത ആ ഗ്രീൻ കളർ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു കമ്മൽ വരുന്നത്. ഇനി നമുക്കിതിനെ കട്ട് ചെയ്തെടുത്ത് ഒക്കെ ഒന്ന് ലെവലാക്കി കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മളിപ്പോൾ കത്രിക വെച്ചാണ് കട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും വേറൊരു കട്ടർ ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കട്ടർ വെച്ച് കട്ട് ചെയ്യായിരിക്കും കുറച്ചും കൂടി എളുപ്പം. നമ്മളിപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. അതിൻ്റെ സൈഡൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് നമ്മുടെ ത്രെഡ് കട്ടർ ആയിരിക്കും ബെറ്റർ, നിങ്ങൾക്ക് എളുപ്പം. ബിഗിനേഴ്സിനായാലും അതായിരിക്കും എളുപ്പം കേട്ടോ. ഇതിൻ്റെ സൈഡൊന്നും നമുക്ക് ശരിക്കും ഈ വലിയ കത്രിക വെച്ച് കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് വെച്ച് എല്ലാവരും ലെവലാക്കി കൊടുക്കുക. എന്നിട്ടും പോവാത്തതൊക്കെ
ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ചെറിയ ലൈറ്ററൊക്കെ വെച്ച് സൈഡൊക്കെ ഒന്ന് ഉരുക്കി കൊടുക്കാം. ഉരുക്കുമ്പോഴും ശ്രദ്ധിക്കണം, അധികം ഉരുക്കി കയറി പോകരുത്. അതൊക്കെ ഞാൻ മുന്നേ ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ വീണ്ടും വീണ്ടും കാണിക്കാത്തത്. അപ്പോൾ ഇതേ നമ്മൾ ഈ പറഞ്ഞ കട്ടറാണ് ഇത്. ഈ ഒരു കട്ടർ വെച്ച് നമുക്ക് ഈ സൈഡൊക്കെ കണ്ടു ഇതുപോലെ കട്ട് ചെയ്ത് അരികൊക്കെ കറക്റ്റാക്കി കൊടുക്കാൻ പറ്റും. നമ്മൾ ജ്വല്ലറി മേക്കിംഗ് പോലെ തന്നെ ഹെയർ ആക്സസറീസിൻ്റെ ക്ലാസ്സുകളും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ആ നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ സൈഡൊക്കെ കട്ട് ചെയ്ത് ലെവലാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കിൽ നമുക്ക് സ്റ്റഡിൻ്റെ ബേസ് ഒട്ടിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ ചെറിയ സ്റ്റഡ് ബേസാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ബാക്കിൽ വലുത് കൊടുത്താലും കുഴപ്പമില്ല, കാരണം പുറത്തേക്കൊന്നും കാണില്ല. അപ്പോൾ ഇത് ജസ്റ്റ് ഇതുമ്പോൾ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതിൻ്റെ ബാക്കിലായിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു മോഡലും വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തതിനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അഭിപ്രായങ്ങളൊക്കെ. അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും മോഡൽസ് ചെയ്ത് കാണിക്കണമെന്നുണ്ടെങ്കിൽ അതും പറഞ്ഞോളൂ. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോസിൽ അത് കാണിക്കാം. നമുക്കൊരു സബ്സ്ക്രൈബർ നമ്മളോടൊരു ലോങ് ചെയിൻ ചെയ്യുന്ന വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മെറ്റീരിയൽ എൻ്റെ കയ്യിലില്ല. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ ഞാനത് കാണിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ്. ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.